മെഴുകുതിരിവട്ടം മാത്രമുള്ള മുറി. ആ മുറിയിൽ കൂട്ടം കൂടിയിരുന്ന് ഓജോ ബോർഡ് കളിച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നവർ. നിരവധി സിനിമകളിലും മറ്റും നമ്മൾ ഈ രംഗം കണ്ടിട്ടുണ്ട്. 2023 പുറത്തിറങ്ങിയ രോമാഞ്ചം എന്ന മലയാള സിനിമയുടെ പ്രമേയവും ഇതുതന്നെയായിരുന്നു. കോളേജ് ഹോസ്റ്റലുകളിലും മറ്റും ഓജോ ബോർഡ് കളി ഇന്നും വ്യാപകമാണ്. ഒരു പടി കൂടി കടന്ന് ഇതിനെ കച്ചവട താല്പര്യത്തോടെ ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. ഓജോ ബോർഡ് പരിശീലിപ്പിക്കാൻ സ്ഥാപനങ്ങൾ പോലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടെന്നതാണ് വാസ്തവം. അതും വർഷങ്ങളായി. 1800കളുടെ അവസാനം അമേരിക്കയിൽ ഒരു കമ്പനി പുറത്തിറക്കിയതാണ് ഓജോ ബോർഡിൻ്റെ ആദ്യ രൂപം. വിനോദ ലക്ഷ്യമിട്ട് പുറത്തിറക്കിയ കളി ബോർഡ് പിന്നീട് അമാനുഷിക കഥകളിലെ നായകനാകുന്നതാണ് ലോകം കണ്ടത്. ഓജോ ബോർഡിൻ്റെ സഹായത്തോടെ സാധാരണക്കാർ വരെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയതിൻ്റെ കഥകൾ എങ്ങും പ്രചരിച്ചു. അതിശയോക്തി കലർത്തിയ ആ കഥകൾക്ക് ഇന്നും പഞ്ഞമില്ല. പ്രശസ്ത വ്യക്തികൾ വരെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. ഇംഗ്ലീഷ് അക്ഷരങ്ങളും 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളുമുള്ളതാണ് ഓജോ ബോർഡ്. ബോർഡിൻ്റെ മുകളിൽ വയ്ക്കുന്നത് പ്ലാൻഷെ എന്ന് വിളിക്കുന്ന ത്രികോണാകൃതിയിലുള്ള വസ്തുവാണ്. ഇതിനു പകരം ഗ്ലാസും കോയിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഓജോ ബോർഡിൽ ആത്മാക്കൾ വരുമോ? വ്യക്തിപരമായി 2 അനുഭവങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. 10-12 വർഷം മുമ്പാണ് സംഭവം. ഓജോ ബോർഡ് സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ സമീപിച്ച 2 വ്യക്തികളും ചില്ലറക്കാരായിരുന്നില്ല. ഒരാൾ തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ സ്പിരിച്വൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ സ്ഥാപനം നടത്തുന്ന ഡോക്ടർ എം പത്മനാഭൻ. അതീന്ദ്രജ്ഞാനത്തിലും പാരാസൈക്കോളജിയിലുമൊക്കെ അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്മനാഭൻ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. ഓജോ ബോർഡിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് തറപ്പിച്ചു പറഞ്ഞ പത്മനാഭൻ സ്വന്തം പൂർവ്വജന്മം വരെ തനിക്കറിയാമെന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ ഏതു പരീക്ഷണത്തിനും തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ഞാനും ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും പത്മനാഭൻ പറഞ്ഞതുപോലെയൊക്കെ ഓജോ ബോർഡിലെ പ്രേതസാന്നിധ്യം അറിയാൻ മനസ്സിനെ പാകപ്പെടുത്തി. തുരുമ്പ് പിടിച്ച ബോർഡും കോയിനുമൊക്കെ സിനിമകളിലേ ഉള്ളൂ. ഇവിടെ അതിമിനുസമായ പ്രതലമുള്ള വർണ്ണാഭമായ ബോർഡാണ്. കോയിൻ ചെറിയ സ്പർശനം കൊണ്ട് പോലും തെന്നി നീങ്ങും. എന്തായാലും ഞങ്ങൾ 3 പേരും പലതവണ പരീക്ഷണത്തിന് വിധേയരായെങ്കിലും ആത്മാവിൻ്റെ സാന്നിധ്യമൊന്നും കണ്ടില്ല. അതേസമയം പത്മനാഭൻ്റെ ഒപ്പമുള്ളവർ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നു. തൊട്ടില്ല എന്ന മട്ടിലെ കോയിനിൽ വിരൽ തൊടാവും. അങ്ങനെയുള്ളപ്പോൾ ചെറിയ രീതിയിൽ കോയിൻ ചലിക്കും. ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് ശാസ്ത്രം പറയുന്ന കാര്യമൊക്കെ ശരിയാണെന്ന് പത്മനാഭനും സമ്മതിക്കും. പക്ഷേ ഒപ്പം ആത്മാക്കൾ ഓജോ ബോർഡിൽ ഉറപ്പായും വരുമെന്നും ഇപ്പോൾ മറ്റെന്തോ പറ്റിയതാണെന്നും ഒക്കെ സമർത്ഥിക്കാനും ശ്രമിക്കും. അന്ന് അടുത്തതായി ഞങ്ങൾ പോയത് തിരുവനന്തപുരം മംഗലംകോണത്തുള്ള വേണു എന്നയാളുടെ അടുത്തേക്കാണ്. അദ്ദേഹവും ഓജോ ബോർഡിൽ വിശ്വസിക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യും. അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് കാര്യങ്ങൾ. ഒരു ഉപകരണം വഴി പ്രത്യേക തരത്തിലുള്ള നേർത്ത സംഗീതവും കേൾപ്പിക്കും. അവിടെയും പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരാത്മാവും വന്നില്ല. അയൽവാസിയായ കുട്ടിയെക്കൊണ്ടും തൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടുമൊക്കെ വേണു ഓജോ ബോർഡിലെ കോയിൻ ചലിപ്പിച്ച് കാണിച്ചു. എന്നാൽ മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച തിരക്കഥയായാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. അതിലൊരു സംശയവുമില്ല. ഇവരൊക്കെ ഓജോ ബോർഡിൻ്റെ മറവിൽ അന്ധവിശ്വാസം വളർത്തുകയാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. തീർത്തും മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൻ്റെ ചോദനകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗെയിം മാത്രമാണ് ഓജോ ബോർഡ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതുവഴി ഓജോ ബോർഡിൽ നമ്മളറിയാതെ വിരലുകൾ ചലിക്കുന്നതിനെയാണ് അമാനുഷികതയെന്നും ആത്മാവിൻ്റെ പ്രവൃത്തിയെന്നുമൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. ഭയവും ഉത്കണ്ഠയും അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഉണരുകയും ശരീരം അറിയാതെ വിരലുകൾ ചലിക്കുകയും ഒക്കെ ചെയ്തേക്കാം. ഇതറിയാത്തവരാണ് ഓജോ ബോർഡ് പ്രേത ബോർഡാണെന്ന് വിശ്വസിക്കുന്നത്. ഓജോ ബോർഡിന് പിന്നിലെ തട്ടിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലതവണ ശാസ്ത്ര സമൂഹം പൊളിച്ചടുക്കിയിട്ടുണ്ട്. കണ്ണുകൾ തുറന്നു വെച്ചും കണ്ണു കെട്ടിയും ഓജോ ബോർഡ് കളിപ്പിച്ചപ്പോൾ വിരുദ്ധ ഫലങ്ങളാണ് ലഭിച്ചതെന്നത് തന്നെ ഇതിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും നമ്മുടെ നാട്ടിലും പലരും ഈ തട്ടിപ്പിന് പുറമേ നടക്കുകയും പുതുതലമുറയെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. അതിൽ കച്ചവട താല്പര്യമുള്ളവരുമുണ്ട്. ഇവരുടെ ഇരകളാകുന്നത് ദുർബല മനസ്കരാണ്. ഇല്ലാത്ത ആത്മാവ് ഒപ്പമുണ്ടെന്ന ധാരണയിൽ മനോനില താളം തെറ്റുന്നവരെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായതോടെ അതുവഴിയും ഇത്തരം കച്ചവടക്കാർ രംഗത്തുണ്ട്. അന്ധവിശ്വാസം വളർത്തുന്ന പല ഗ്രൂപ്പുകളുടെയും പല സൈറ്റുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യവും മറ്റൊന്നല്ല. ഇവരുടെ വലയിൽ പെടാതിരിക്കാൻ കരുതലോടെ ഇരിക്കണം എന്നേ പറയാനുള്ളൂ.